ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 40 മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കശ്മീർ മേഖലയിൽ 16 മണ്ഡലങ്ങളും ജമ്മു മേഖലയിൽ 24 മണ്ഡലങ്ങളുമായി 415 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. കുപ്വാര, ബാരാമുള, ബന്ദിപോര, ഉധംപൂർ, കഠുവ, സാംബ തുടങ്ങിയ അതിർത്തി ജില്ലകളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതിനാൽ തന്നെ കനത്ത സുരക്ഷയാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കും എന്നതിൽ വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ബിജെപിയുടെ വിഭജന രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാനുള്ള ജനങ്ങളുടെ കൂട്ടുകെട്ടാണെന്നും സഖ്യം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് ജമ്മു കശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലവൻ താരിഖ് ഹമീദ് കർറ അവകാശപ്പെടുന്നത്. ആദ്യ 1-2 ഘട്ടങ്ങളിൽ സഖ്യത്തിന് മികച്ച പിന്തുണ ലഭിച്ചിരുന്നു. മൂന്നാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനുള്ള നിലയിലേക്ക് സഖ്യമെത്തും. വിഘടന ശക്തികളെ പരാജയപ്പെടുത്താനും മതേതര ശക്തികൾക്ക് അവസരം നൽകാനും ജമ്മു കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും PCC അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ മാത്രമാണ് നടക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാരിനും BJPക്കും താല്പര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കശ്മീരിൽ BJP വലിയ തോതിൽ വികസനം കൊണ്ടുവന്നുവെന്നത് വെറും അവകാശവാദങ്ങൾ മാത്രമാണ്. 1-2 UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടത്തുക മാത്രമാണ് അവർ ഇപ്പോഴും ചെയ്യുന്നത്. ജനങ്ങൾക്കതെല്ലാം മനസ്സിലാകുമെന്നും താരിഖ് ഹമീദ് കർറ വ്യക്തമാക്കി. തങ്ങൾ ഇരട്ട എഞ്ചിൻ സർക്കാരാണെന്ന് BJP സ്വയം പ്രകീർത്തിക്കുകയും എല്ലാം എളുപ്പമാക്കിയെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റാണ് ജമ്മു മേഖലയിൽ തീവ്രവാദം വർദ്ധിച്ചതിന് ഉത്തരവാദിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. കശ്മീർ ബെൽറ്റിൽ തീവ്രവാദം അതിന്റെ മൂർധന്യത്തിലായിരുന്ന കാലത്ത് ജമ്മു മറ്റൊരു തരത്തിൽ സമാധാനപരമായിരുന്നു. എന്നാൽ നമ്മുടെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കാണ് ദിനംപ്രതി ഇന്ന് ജമ്മു സാക്ഷ്യം വഹിക്കുന്നത്. ജമ്മു മേഖലയിലെ ഭീകര പ്രവർത്തനങ്ങളുടെ കുതിച്ചുചാട്ടത്തിന് ഇന്ത്യൻ സർക്കാരും ജമ്മു കശ്മീർ ഭരണകൂടവും ഉത്തരവാദികളാണ് എന്ന് JK-PCC മേധാവി തുറന്നടിച്ചു. അതേസമയം ഒമർ അബ്ദുള്ളയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കശ്മീരിൽ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നാഷണൽ കോൺഫറൻസ് പ്രവിശ്യ പ്രസിഡന്റ് രത്തൻലാൽ ഗുപ്തയും പറഞ്ഞു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ശക്തമായ പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ 61.38%, രണ്ടാം ഘട്ടത്തിൽ 58.31% പോളിംഗ്.